ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഈ മത്സ്യനാഗിനി പ്രതികാരം വീട്ടാതെ അടങ്ങില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ വിഷ്ണുപ്രിയ പ്രാർത്ഥനയുടെ അരികിലേക്ക് വന്നു. പ്രാർത്ഥന, ആ ഇന്ദ്രനീലം എന്റെ പക്കൽ താ. ഞാനത് മത്സ്യലോകത്തിലെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വയ്ക്കാം. തന്നോട് വിഷ്ണുപ്രിയ ഓടി വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് എന്തോ ഒരു ദുരൂഹത മണത്തു. പക്ഷേ അവൾ അത് പുറത്തു കാട്ടാതെ വിഷ്ണുപ്രിയയോട് പറഞ്ഞു, അതിനെന്താ വലിയ മുത്തശ്ശി, ഞാനിപ്പോ എടുത്തുകൊണ്ട് വരാമല്ലോ. ഞാനത് ആരും കാണാതെ തലയിണയുടെ അടിയിൽ വെച്ചിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന റൂമിൽ പോയി ഇന്ദ്രനീലവുമായി തിരികെ വന്ന് വിഷ്ണുപ്രിയയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇന്ദ്രനീലം തന്റെ കയ്യിൽ കിട്ടിയ സന്തോഷത്തിൽ വിഷ്ണുപ്രിയ പ്രാർത്ഥനയെ കെട്ടിപ്പിടിച്ചു. ഞാനിത് എത്രയും വേഗം മത്സ്യലോകത്തിലെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വെക്കാം മോളെ. നീ ആ ഋഷി എന്ന കൊലയാളിയെ എത്രയും വേഗം തന്നെ കൊലപ്പെടുത്തണം. ഇത്രയും പറഞ്ഞ് വിഷ്ണുപ്രിയ ഇന്ദ്രനീലവുമായി ഗുജറാൾ വീട്ടിൽ നിന്നും കടന്നു. വിവാഹത്തിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പ്രീതി രഘുവിന്റെ കൂടെ യാത്രയായി. തന്റെ മകൾ പ്രാർത്ഥനയാണ് അതെന്ന് കരുതി ഋഷിയും പ്രതയും ജീവനും അനുമോളുമെല്ലാം അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് യാത്രയാക്കി. അങ്ങനെ രഘുവും പ്രീതിയും എറണാകുളത്തേക്ക് യാത്രയായി. തന്റെ മനസ്സിൽ 100,000 സ്വപ്നങ്ങളുമായി രഘുവീറും. രഘുവുമായുള്ള അപ്രതീക്ഷിത വിവാഹത്തിൽ തന്റെ മനസ്സിനെ എല്ലാത്തിനും വേണ്ടി തയ്യാറെടുപ്പിക്കാൻ പ്രീതിയും കരുതുന്നുണ്ടായിരുന്നു. പ്രീതിയുടെയും രഘുവീറിന്റെയും ആദ്യ രാത്രിയിൽ ഇരുവരും തങ്ങളെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ നടത്തി ഓരോന്ന് സംസാരിച്ചും പറഞ്ഞും നേരം വെളുപ്പിച്ചു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. ഇതേസമയം ഗുജറാൾ ഹൗസിന്റെ മുന്നിൽ സർപ്പമായി വന്ന് പ്രാർത്ഥന മനുഷ്യരൂപം സ്വീകരിച്ചു. ഇന്നത്തെ രാത്രി ആ ഋഷഭിന്റെ മരണമാണ്. എന്റെ അമ്മ ഇപ്പൊ വളരെ സന്തോഷവതിയാണ്. പക്ഷെ ഇന്ന് ആ കൊലയാളിയുടെ മരണമാണ്. എന്റെ മുത്തശ്ശി മേഘയെ കൊന്ന എന്റെ സ്വന്തം അച്ഛനോട് ഞാൻ ഇന്ന് പ്രതികാരം ചെയ്യും. അതിനുശേഷം ഇന്ദ്രനീലം കവർന്നെടുക്കാൻ നടക്കുന്ന ആ രുദ്രനോടും ഞാൻ പ്രതികാരം ചെയ്യും. അങ്ങനെ ആ ദിവസം രാത്രിയായി. എന്തോ അത്യാവശ്യ കാര്യവുമായി ബന്ധപ്പെട്ട് ഋഷി ഓഫീസിലേക്ക് തന്റെ കാറുമായി പോയി. ഋഷി അവന്റെ ഓഫീസിലെത്തുമ്പോൾ അവിടെ രുദ്രനുമുണ്ടായിരുന്നു. ഗുജറാൾ വീട്ടിൽ നിന്നും ഋഷി ഇറങ്ങിയതും അവനെ ഫോളോ ചെയ്ത് പിന്നാലെ വന്ന പ്രാർത്ഥന ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. രുദ്രനും ഋഷിയും എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കവേ അതെല്ലാം നോക്കി നിൽക്കുന്ന പ്രാർത്ഥന പെട്ടെന്നാണത് കണ്ടത്. ഋഷിയുടെ നേരെ രുദ്രൻ ഒരു മാണിക്യം നീട്ടുന്നു. അത് കണ്ട് പ്രാർത്ഥന അത് നാഗമാണിക്യമാണെന്ന് തെറ്റിദ്ധരിച്ച് സ്വയം പറയുന്നു, മഹാദേവ, ഇത് നാഗമാണിക്യമാണോ? അതെ, ഇത് നാഗമാണിക്യം തന്നെയാണ്. അപ്പോ ഈ രുദ്രൻ ഒരു നിസ്സാരക്കാരനല്ല, മിസ്റ്റർ ഋഷിയുടെ പാർട്ണർ കൂടിയാണ്. ഇന്ന് നിങ്ങൾ രണ്ടിന്റെയും മരണമാണ്. രണ്ടിനെയും ഇന്ന് ചുട്ടരിക്കും ഞാൻ. പ്രാർത്ഥന ഇത്രയും സ്വയം പറയവേ രുദ്രനും ഋഷിയും ഓഫീസിനകത്തേക്ക് പോയി. അന്നേരം പ്രാർത്ഥന ഒരു നാഗകന്യകയായി മാറി തന്റെ വാൽ കൊണ്ട് ഓഫീസിന്റെ ചുമരുകളിൽ ശക്തിയായി ഇടിച്ചു. പെട്ടെന്ന് ആ കെട്ടിടം തകർന്നു വീഴാനായി തുടങ്ങി. ഓരോ ഭാഗത്തു നിന്നും ഓരോന്ന് ഇടിഞ്ഞു വീഴവേ ഓഫീസ് ക്യാമ്പിലിരിക്കുന്ന ഋഷിയും രുദ്രനും അത് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഋഷി പറഞ്ഞു, രുദ്ര, എന്തോ സംഭവിക്കുന്നുണ്ട്, വാ നമുക്ക് പുറത്തേക്ക് പോകാം. ഇത്രയും പറഞ്ഞ് ഇരുവരും പുറത്തേക്ക് പോകാൻ തുടങ്ങവേ പെട്ടെന്ന് പ്രാർത്ഥന തന്റെ വായിൽ നിന്നും തീയൂതി ആ കെട്ടിടം മുഴുവൻ കത്തിക്കാനായി തുടങ്ങി. ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ, രണ്ടിനെയും എന്റെ കൺമുന്നിൽ കൊന്നു തിന്നണം എനിക്ക്. ഈശ്വര, നമ്മുടെ ഓഫീസ്, ഋഷിയേട്ടൻ ഓഫീസിനകത്തായിരിക്കും ഉണ്ടായിരിക്കുക. വഴിമാറ്, എനിക്ക് എന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കണം. നീ എന്തിനാണിപ്പോ ഇങ്ങോട്ട് വന്നത്? നിന്റെ വിശ്വരൂപം കാണിക്ക്. എന്റെ മത്സ്യശക്തി ഉപയോഗിച്ച് ഒരു ശേഷ മത്സ്യകന്യകയായി മാറാൻ പോവുകയാണ്. സർവശ്രേഷ്ഠ ശേഷ മത്സ്യകന്യക, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. എനിക്ക് ഇവരോട് പ്രതികാരം ചെയ്യാൻ കഴിയില്ല.